ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്നൊരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസിൽ ആരാ ചാർജ് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ആരാ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതായത് അദ്ദേഹം കൊച്ചായിരുന്നപ്പോൾ എന്തോ നടന്ന സംഭവത്തെ പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന സംഭവം എന്ന് പറഞ്ഞത്. അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ? പോലീസ് എടുത്തേക്കുന്ന കേസാണ്, റേപ്പ് കേസ് അല്ലേ? അതിനാരാ സംരക്ഷണം കൊടുത്തിരിക്കുന്നത്? അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ, ഒരു അവതാരം ഇല്ലേ? ആ അവതാരം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു? സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി. അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് വച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആൾ. അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? വൈകുന്നേരമായ ഇൻ്റലിജൻസ്, പോലീസ്, ക്രൈംബ്രാഞ്ച് അല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈംബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച്, എന്തെല്ലാം സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക്? ഏറ്റവും അടുത്തയാൾ, അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാണ് പോയിരുന്നത്? ആ അവതാരം എത്ര CPM നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു? എത്ര CPM നേതാക്കൾക്കെതിരായി, മന്ത്രിമാർക്കെതിരായി, സ്പീക്കർക്കെതിരായി, എത്ര പേർക്കെതിരായി? അപ്പോൾ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ? ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ? ഇവരാരെങ്കിലും കൊടുത്തില്ലല്ലോ. ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ ഒരു കേസെടുത്തോ? അവർക്കെതിരായി പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുത്തില്ല. വേറൊരു MLAയുടെ വാട്സാപ്പ് സന്ദേശം, ഇപ്പോൾ വാട്സാപ്പിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. വേറൊരു MLAയുടെ, ഒരു സീനിയർ MLAയുടെ, ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം 2-2.5 കൊല്ലമായി ഇങ്ങനെ കിടക്കിക്കൊണ്ടിരിക്കുക. ഒരു നടപടി എടുത്തോ പാർട്ടി? ഒരു നടപടി പാർട്ടി ചോദിച്ചോ? ഒരു വിശദീകരണം ചോദിച്ചോ? ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് 100 ദിവസം ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ, FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച, ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, പിണറായി വിജയനെ പോലെ.